ലിച്ചൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ് എന്താണ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ നിലവിലുള്ള ചിന്തകൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് കൂടിയാണ്. എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ എനർജി നിങ്ങളുടെ എനർജി ആയിട്ട് തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. നിങ്ങൾ ഇതിനെ ഫോഴ്സ്ഫുള്ളി ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എനർജി ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നമുക്ക് വന്നിട്ടുള്ളത്, ഈ ഒരു വ്യക്തി ഇപ്പോ വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു വളരെയധികം ഭയത്തോടെ, അല്ലെങ്കിൽ ആ ഒരു ഭയം അവരുടെ മനസ്സിൽ നിൽക്കുന്നു. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ വളരെയധികം ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരൊരു പക്ഷെ മറ്റു സാഹചര്യങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇതിനെന്ത് ചേഞ്ച് ആയിരിക്കും വരാൻ പോകുന്നത് എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കാം. എന്തുതന്നെയായാലും ഒരുതരം സ്വയം കെട്ടുപെട്ട് നിൽക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല, എങ്കിൽ പോലും യാതൊരു കോണ്ടാക്ട് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ബ്ലോക്ക് അല്ലെങ്കിൽ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു കോളോ മെസ്സേജോ ഒന്നും വരാതിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും ആയിരിക്കാം. എന്ത് തന്നെയായാലും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടാണ് എനിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക്, അതായത് റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഓഫർ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് മുൻകൂട്ടി ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി ഇതിന് തരുന്നു, അല്ലെങ്കിൽ ഇതിനൊരു കമ്മിറ്റ്മെന്റ്, ഒരു ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് ഇതിന് തരുന്നു. വിവാഹം പോലുള്ള കാര്യങ്ങൾ വാക്ക് തരുന്നു. ഇനി വിവാഹം കഴിക്കാൻ ഒട്ടും കഴിയാത്ത തരം റിലേഷൻഷിപ്പ്, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് കമ്മിറ്റ്മെന്റ് ഈ വ്യക്തി നിങ്ങൾക്ക് ഓഫർ ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്കായാലും നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു റിലേഷൻഷിപ്പായി നിങ്ങൾക്കത് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി വളരെ ബാലൻസ്ഡ് ആയി, നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നു. അങ്ങനെയൊക്കെ ഒരു തുടങ്ങിയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, കംപ്ലീറ്റ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയും. ഈ വ്യക്തിക്ക് ആഗ്രഹമുള്ളതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു സമയം, എഫേർട്ട് ഇതൊക്കെ തരണം എന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി ചെയ്യുന്നില്ല. ഒരു പക്ഷെ ഈ ഒരു വ്യക്തിയുടെ ഈഗോ കൊണ്ട് തന്നെയായിരിക്കാം. വളരെ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ വാശി പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ ഇതിൽ ചിലവര് ഇത്തരം വളരെയധികം ഒരു ദുർവാശി പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്ന വ്യക്തികളെ നമുക്കിവിടെ കാണാം. അത്രയും വാശി പിടിച്ച് നിൽക്കുന്ന ആളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ മറ്റൊരു വിഭാഗമാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഭയത്തോടെ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവരായിട്ട് അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതും, അല്ലെങ്കിൽ ഭാവിയിൽ ഇതിന് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നോക്കിക്കാണുന്ന അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു പേടിയുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. എന്നാൽ ഈ വ്യക്തി നമുക്ക് വീണ്ടും കാണാം, ഇവിടെ പേജ് ഓഫ് കപ്സും കാണുന്നുണ്ട്, 10 ഓഫ് കപ്സും കാണുന്നുണ്ട്. കപ്സ് എനർജി നല്ലോണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും 10 ഓഫ് കപ്സ് എനർജിയിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോകണമെന്നും പുതിയൊരു പ്രപ്പോസൽ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണമെന്നും, നിങ്ങളുമായിട്ട് വളരെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ലൈഫുമായിട്ട് മുന്നോട്ട് പോകണമെന്നും ഈ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ആഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാൽ ഈ ഒരു വ്യക്തി
ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ വ്യക്തിക്ക് വേണമെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാം. പക്ഷെ ഇത് ഈ വ്യക്തി സ്വയം ചിന്തിച്ചു കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തടസ്സമായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിലുള്ള ഒരു തടസ്സമായിട്ടല്ല. എന്നാൽ ഈ വ്യക്തി വളരെയധികം വേദനിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നത് ഈ വ്യക്തി കാണുന്നില്ല. നിങ്ങൾ ഒരുപക്ഷെ അവരുടെ ഒരു കോളിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ ആ ഒരു ഇത് അവർ മനസ്സിലാക്കുന്നില്ല. മറിച്ച് അവരവിടെ വേദനിച്ചുകൊണ്ടിരിക്കുന്നതും കാണുന്നുണ്ട്. വേദനിക്കുന്നുണ്ട്, എന്നാൽ അതിനൊരു ആക്ഷൻ എടുക്കുന്നില്ല. അവരവിടെ ഇങ്ങനെ വേദനിച്ച് കൊണ്ടിരിക്കുകയാണ്, ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട്. പല രീതിയിൽ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടും ഒക്കെ ഇവർ അന്വേഷിക്കുന്നുണ്ട്, നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും ഒരു തുടക്കം ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് കാണാം, അവരിങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു ഭാഗത്ത് അവർക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത് മുന്നോട്ട് പോകണം, അത് സ്റ്റെബിലിറ്റി ഇതിന് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തുടക്കം ഇതിന് ഇടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് നിങ്ങളുമായിട്ടുള്ള തർക്കങ്ങള് കുറിച്ച് അവർ വളരെയധികം ചിന്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ തമ്മിൽ ധാരാളം വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ഫൈറ്റ് ഉണ്ടാവാം. അതിന് റീസൺ എന്തോ തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അതിൽ മറ്റുള്ള വ്യക്തികള്, മൂന്നാമതൊരു വ്യക്തി അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ഇടപെട്ടിട്ടുള്ള ഒരു പ്രശ്നങ്ങളായിരുന്നിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം ഈ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ആ ഒരു ഈഗോ അവിടെ നിൽക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നത് ആ വ്യക്തി മുന്നോട്ട് വരില്ല, കാരണം ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അതേ സമയം ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, ഈ റിലേഷൻഷിപ്പിലേക്ക് വരണമെന്നും ആഗ്രഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇപ്പൊ നിലവിലുള്ള ഈ വ്യക്തിയുടെ നിങ്ങളെ കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചിന്തകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതിന്റെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു മൂവ് ഓണിന്റെ കാർഡാണ്. എനിക്കിവിടെ മനസ്സിലാവുന്നത് ഈ ഒരു ഫ്യൂച്ചറിൽ ഈ ഒരു മൂവ് ഓൺ സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കിവിടെ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതിന് മൂവ് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും ഈ റിലേഷൻഷിപ്പിനെ ഒഴിവാക്കി പോവണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നിങ്ങൾ വളരെയധികം വേദനയിലും പ്രശ്നത്തിലും ഡിപ്രഷനും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഫീലിങ്സിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരണം. നിങ്ങളെ തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാനും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുകയും അങ്ങനെ ഒരു 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 പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറിയേ തീരൂ. നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിലവിൽ ചില വ്യക്തികൾ ആ ഒരു ലെവലിൽ എത്തിയിട്ടുള്ള ആളുകളായിരിക്കാം. അവർക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. ഇനി അങ്ങനെ മാറിയിട്ടില്ലാത്ത വ്യക്തികൾ ആ ഒരു മാറ്റം, അതായത് മാനസികമായിട്ട് നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് നമുക്ക് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അർഹിക്കുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെയധികം എഫേർട്ട് ഈ റിലേഷൻഷിപ്പിൽ ഇടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണമെങ്കിൽ കൂടുതൽ എഫേർട്ട് ഇടേണ്ടതായി വരും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ എന്ത് തന്നെയായാലും ഫ്യൂച്ചറിൽ ഈ വ്യക്തി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിന്നിരുന്ന വ്യക്തി വളരെയധികം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു. ആ ഒരു ഡിസിഷനിലേക്ക് ആ വ്യക്തി എത്തുകയും അതുപോലെ പിന്നീട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫ്യൂച്ചർ 2 കാർഡും നല്ല കാർഡുകളാണ്. ക്യൂൻ ഓഫ് കപ്സും 8 ഓഫ് വാൺസും ആണ്. വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ട്, വളരെ പാഷനേറ്റ് ആയിട്ട്
ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ വ്യക്തി നിങ്ങൾ അങ്ങോട്ടോ അവരിങ്ങോട്ടോ വന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാനും അവരൊന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും നിങ്ങൾക്കെല്ലാം തുറന്ന് സംസാരിക്കാനുമുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അത്രയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് കണക്ഷൻ ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ അത് എപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കാമാക്കി വെക്കുക. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളത് സ്വയം എഫേർട്ടഡ്, ഈ ഒരു വ്യക്തി എന്റെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്തി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു എനർജിയിലേക്ക് വരുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട്, 8 of Wands ആണ്, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് അത് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത്രയും വേഗത്തിൽ തന്നെ ഇതിനൊരു റിസൾട്ട് നിങ്ങൾക്ക് വരുന്നു എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് ഇത് മാറുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ ഒന്ന് നോക്കാം. ലെറ്റർ ഇ, ലെറ്റർ പി, തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, മലപ്പുറം ഡിസ്ട്രിക്ട്, ഫെബ്രുവരി മന്ത്, ലെറ്റർ ഒ, ലെറ്റർ സെഡ്, മെയ് മന്ത്, രോഹിണി നക്ഷത്രം, ലെറ്റർ വൈ, ലെറ്റർ എസ്, 13, ചിത്തിര നക്ഷത്രം, മകയിരം നക്ഷത്രം, തിരുവോണം നക്ഷത്രം, നമ്പർ 27, അവിട്ടം നക്ഷത്രം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കാം ഈ എനർജി നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. അടുത്ത റീഡിംഗ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക.